പാല വിട്ടതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ സഭയോട് തന്നെ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 30-35 കന്യാസ്ത്രീകൾ ദുരൂഹമായ സാഹചര്യത്തിൽ സഭയുടെ മഠങ്ങളിൽ, അവിടുത്തെ റബ്ബർ പുരകളിൽ, അവിടുത്തെ കിണറ്റിനകത്ത്, ടാങ്കിനകത്ത് ഒക്കെ മരിച്ചിട്ടുണ്ട്. ഈ സഭയുടെ ഒരു സിനഡെങ്കിലും കൂടിയിട്ട് ഈ പെൺകുട്ടികൾ കാണാതെ പോയി, ഞങ്ങളുടെ പെൺകുട്ടികളെ കാണാതെ പോയി ഒരിക്കലെങ്കിലും പറയാനുള്ള തന്റെ ഇടമോ ആർജവമോ സത്യസന്ധതയോ ഈ സഭ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പെൺകുട്ടികളുടെ സുരക്ഷ അല്ല ഇതിനകത്ത് ഇഷ്യൂ. ഇതിന്റെ ലാർജർ ക്യാൻവാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാർജർ ഡിസൈൻ എന്ന് പറയുന്നത്, ഒരു സമുദായത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് കാര്യസാധ്യം നടത്തുക. ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സഭകൾ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു സർ സി പിയുടെ കാലത്തും കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ലാർജർ ക്യാൻവാസിനകത്തേക്ക് നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതിന്റെ അപകടം നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിൽ നാളെ ഇതിന്റെ അപകടം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. വേറൊരു കാര്യം കൂടെ, ഇന്ന് സീറോ മലബാർ സഭ വല്ല ഉത്കണ്ഠ പ്രകടിപ്പിച്ച ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആരാണ്? ഇന്ത്യയിലെ കത്തോലിക്ക സഭയാണ്. ലോകവ്യാപകമായി കത്തോലിക്ക സഭകൾ അല്ലെങ്കിൽ മറ്റ് സഭകൾ മതം മാറ്റത്തിന് പ്രേരണ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബേസിക് മോട്ടോ തന്നെ എന്തുവാണ്? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സുവിശേഷം പ്രസംഗിപ്പിക്കുന്ന, അതിന് കൈ കിട്ടുന്നവരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി മതപരിവർത്തനം ലാർജ് സ്കെയിലിൽ വളരെ അജണ്ടകളോടുകൂടി നടത്തുന്ന ഒരു സമുദായമാണ് വേറൊരു സമുദായത്തിനെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത് കേരളത്തിന്റെ മതേതര സ്വഭാവത്തിനും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും നിരക്കുന്ന സ്വഭാവമല്ല. ഞാനതാണ് പറഞ്ഞത്, വ്യക്തി താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരാരോപണം ഒരു സമുദായത്തിന് നേരെ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിച്ചിട്ടുള്ളവരെ മതം മാറ്റിയിട്ടില്ലേ? അതെന്താ നിങ്ങൾ പറയാത്ത? അതും ലവ് ജിഹാദിന്റെ പരിധിയിൽ വരുമല്ലോ. ഞാൻ വേറൊരു കാര്യം ശ്രീ എം എസ് കുമാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയില് ഇന്ന് BJPയുടെ നേതാവായിരിക്കുന്ന ഹേമമാലിനി ധർമ്മേന്ദ്രയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ധർമ്മേന്ദ്ര മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്ന ആളാണ്. അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു. ഈ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും എന്താ ചെയ്ത്? ഇവർ രണ്ടുപേരും മുസ്ലിം മതത്തിലേക്ക് മാറി ഇസ്ലാം ആയിക്കൊണ്ടാണ് അവര് ഈ വിവാഹം നടത്തിയത്. അപ്പൊ ഇസ്ലാമായ ഒരാൾക്ക് 4 വിവാഹം വരെ കഴിക്കാം. ആ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചത്. അതെന്താണ് ലവ് ജിഹാദായിട്ട് BJP ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. എത്രയോ BJP നേതാക്കളുടെ മക്കളും മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഷാനവാസ് ഹുസൈൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്? ഹിന്ദുവിനെയാണ്. മുക്താർ അബ്ബാസിനൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരെയാണ്? ഹിന്ദുവിനെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഇതിനെ ഒന്നും നിങ്ങൾ ലവ് ജിഹാദോ അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇവിടെ മാത്രം എന്തുവാണ്? കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഇത്ര പ്രണയം തോന്നി പറയേണ്ട കാര്യം എന്തുവാണ്? ലവ് ജിഹാദിന്റെ പിറകിൽ വരുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയട്ടെ, സഭ അക്കമിട്ട് പറയട്ടെ. ഗവൺമെന്റിനെക്കാട്ടിൽ കൃത്യമായ അന്വേഷണ സംവിധാനങ്ങളും ഡേറ്റ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള സീറോ മലബാർ സഭ എങ്ങും തൊടാനാണ് പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഒരു അനുഭവമാണ്. പ്രണയം എങ്ങനെയാണ്? പ്രണയം അല്ലെങ്കിൽ തന്നെ അനുഭവമാണ്. ആ അനുഭവത്തിനെ നിങ്ങൾ എന്തിനാണ് ഈ തരത്തിൽ മതത്തിന്റെ പരിവേഷം കൊടുത്ത് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ ഇതിനകത്ത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമേ നമ്മൾ അതിനെ ബ്രാൻഡ് ചെയ്യേണ്ട. സ്ത്രീ സുരക്ഷയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിന് സഭ മറുപടി പറയണം. ശരി റോയ്, എനിക്ക് 1-2 ഉപചോദ്യങ്ങളുള്ളത്. ഒന്ന്, അങ്ങ് പറഞ്ഞു ഈ സുവിശേഷം എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനാണല്ലോ എന്ന്. ഈ സിറോ മലബാർ സഭയിലെ തന്നെ ഒരു വൈദികൻ ഫാദർ നോബിൾ പാറയ്ക്കൽ ഈ വിവാദത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇതേപ്പറ്റി നടത്തിയൊരു പ്രതികരണത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ ചോദ്യമായി ചോദിക്കുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ചവരെ കുറിച്ച് ലജ്ജയില്ലാതെ പറയുമ്പോൾ അവരാരും തന്നെ ആടുമേക്കാൻ പോയിട്ടില്ലെന്നും അവർ കെട്ടിവന്ന കുടുംബങ്ങളിൽ സുരക്ഷിതരായി ജീവനോടെ തന്നെ ഇരിപ്പുണ്ടെന്നും ഓർക്കാതെ പോകുന്നത് ആരുടെ കുറ്റമാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി റോയ് പറഞ്ഞു, ഇതിപ്പോ വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണെന്ന്. സഭ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സമാന്തരമായി സഭ ഇടവക തലത്തിൽ ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്നതിൽ വളരെ ജാഗ്രതയോടെ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ബോധവൽക്കരണ പ്രവർത്തികൾ വളരെയധികം ശക്തിമത്താക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഇത് ഗൗരവത്തോടെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ഒരു ആഭ്യന്തര സമീപനം അവർ സ്വീകരിക്കുന്നത്. ഇതിന് രണ്ടിനുമുള്ള മറുപടി. വേണു, ഞാനൊരു കാര്യം ചോദിക്കും. നിങ്ങൾക്ക് പ്രണയത്തെ മതിൽ കെട്ടിയും കോട്ട കെട്ടിയും നിർത്താൻ പറ്റുമോ? അവരാരും ആടുമേക്കാൻ പോയിട്ടില്ല. അതാണ് ഇവിടെ ആടുമേക്കാൻ എത്ര പേര് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ കണക്ക് പറയണമല്ലോ. ആര് പോയി? റോയ് മാത്യുവിന്റെ മകനാണോ അതേ വേറെ ഷൈജു ആന്റണിയുടെ മകളാണോ പോയെന്ന് പറയണ്ടേ? നിങ്ങൾ പ്രിസൈസ് ആയിട്ട് പറ, നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ് വരാം. ശ്രീ റോയ് മാത്യു അവിടെ ആടുമേക്കാൻ പോയവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് പറയണ്ടേ? ഷൈജു ആന്റണി വരാം. റോയിയോട് ഒരു ചെറിയ കാര്യം കൂടി. റോയ്
ശരി, അതിന്റെ കണക്കുകൾ പറയട്ടെ എന്ന് അവരെ ബാധ്യതപ്പെടുത്തുന്നു. അവർ പറയട്ടെ. ബിനു ചാക്കോ ഉൾപ്പെടെ ഉണ്ടല്ലോ. എന്റെ ഒരു അനുബന്ധ ചോദ്യം കൂടിയുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരിത് ഗൗരവതരമായി കണ്ടുകൊണ്ട് ആഭ്യന്തരമായി ഇതിന്റെ ജാഗ്രത ഇവർ ശക്തിപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി സാർ, പെന്തക്കോസ്ത് വിഭാഗത്തിന് ഇത്തരം കുഴപ്പങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് സ്വയം വിമർശനപരമായി അവർ കണ്ടെത്തുന്നു. അപ്പൊ ഇതൊക്കെ എനിക്കറിയില്ല ഈ സമുദായത്തിന്റെ സ്വഭാവങ്ങളൊന്നും. എന്തായാലും ഒരു വാദമായിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ വെക്കുകയാണത്. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ പണക്കാരനായ ബിൽ ഗേറ്റ്സിന്റെ മകൾ കാതറിൻ എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ്? ഒരു ഈജിപ്ഷ്യൻ മുതലാളിയായ ഒരു ഈജിപ്ഷ്യൻ കോടീശ്വരന്റെ മകനായ അയൽ നാസർ എന്ന് പറഞ്ഞ ഒരാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതും വേണമെങ്കിൽ ഇതാണ് അവർ കോളേജ് കാലത്ത് തുടങ്ങിയ പ്രണയം. എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ലെവലാണെങ്കിൽ അയാള് ഒരു കത്തോലിക്കനാണ്, ആ കത്തോലിക്ക പെൺകുട്ടിയാണ്. ഇതിനെ നിങ്ങൾക്ക് ആ ലെവലിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാം. ശരി, പ്രണയത്തെ നിങ്ങൾ ഈ ലെവലിൽ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവത്തില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ആട് മേയിക്കാൻ പോയോ പശുവിനെ മേയിക്കാൻ പോയോ ഇല്ലയോ എന്നുള്ള ഇഷ്യൂ. ഇത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിസൈസ് ആയിട്ട് പറയണം. ഇതിനടുത്ത് ഇന്നാരുടെ മകൻ പോയി. അങ്ങനെ ഇല്ലല്ലോ. അത് പറയാതെ കാടടച്ച് ഒരു സമുദായത്തെ നിങ്ങൾ, അതാണ് ഏറ്റവും വലിയ ക്രൂരമായ സ്ഥിതി. നിങ്ങൾ ഒരു സമുദായത്തെ നിങ്ങൾ പിച്ചാത്തി മുനയിൽ നിർത്തിയിരിക്കുകയാണ്. അത് അപകടമാണ്. കേരളത്തിന്റെ മതാന്തരീക്ഷത്തിന്, കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് അത് അപകടകരമായ സ്ഥിതിയാണ്.